നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിധിയിലേക്ക് സ്വാഗതം. പ്രവിധ, അപ്പോൾ ഒരു വാർത്താ ദിനം കൂടി അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് വാർത്തകൾ വന്നു. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്നും നമുക്കറിയുന്നത് പോലെ നമ്മുടെ ഷിരൂരിലെ അർജുനുവേണ്ടിയുള്ള തെരച്ചിൽ തന്നെയായിരുന്നു അല്ലേ? അതിൽ ഇന്നും ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല, ഒരുപാട് ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഒരു നിജസ്ഥിതി പുറത്തു വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഡ്രൈവർ, ഈ ലോറി ഉടമ മനാഫിന്റെ ഭാഗത്തു നിന്ന് ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ന് എൻകൗണ്ടർ പ്രൈമിലാണ് ഉണ്ടായത്, ഈ ലോറി നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെ ഈ സൈന്യത്തിന്റെ തിരച്ചിൽ ഈ കരയിൽ മുഴുവൻ അവസാനിപ്പിച്ചു. ഇനിയിപ്പോൾ അത് ഈ പുഴ മാത്രം കേന്ദ്രീകരിച്ചാണ് കൂടുതൽ എക്യുപ്മെന്റ്സ് എത്തിക്കുന്നുണ്ട്. അതനുസരിച്ച് ആ തിരച്ചിൽ ഫലം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, മാത്രമല്ല ഈ മറുകരയിലെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്ന ഒരു ദിനം കൂടിയാണ്. ഇപ്പുറത്തുള്ള ദൃശ്യങ്ങൾ, അതായത് കുന്നിടിഞ്ഞു വീണ ആ ഭാഗത്തെ ദൃശ്യങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടത്. പക്ഷേ മറുകരയിൽ എന്ത് സംഭവിച്ചു എന്നുകൂടി ഇന്ന് വ്യക്തമായി. അവിടെ എന്താണ് പറയുക, ഒരു സുനാമി വന്ന് എല്ലാം തട്ടി തകർത്തതുപോലെ അത്രയും വലിയ നാശനഷ്ടമാണ് മറുകരയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം വലിയ അപകടമാണ് ഉണ്ടായത് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ കൂടി ഇന്ന് പുറത്തു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആ ദൃശ്യങ്ങളിലേക്കും റിപ്പോർട്ടുകളിലൊക്കെ നമുക്ക് ഇന്ന് വിശദമായി കടക്കാം. ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ അത് എവിടെ എത്തി എന്നുള്ളതാണ്. ആ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. 8ാം ദിനവും ഫലം കണ്ടില്ല. ಅವು ಏನಾದ್ರು ಮಾಡ್ಕೊಬಂದು ಹೊಟ್ಟೆ ತುಂಬೋದಾಯ್ತು. ಗದ್ದೆನೂ ಹಿಂಗಾಗೋಯ್ತು, ಮನೆನೂ ಹಿಂಗಾಗೋಯ್ತು. എന്തായാലും നടക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ആ പുഴയുടെ മറുകരയിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. അതിൽ അവിടെയുള്ള ആൾക്കാർ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. ഒരുപക്ഷെ മാധ്യമങ്ങൾ ഇതുപോലെ വന്നില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും ആരും അറിയുമായിരുന്നില്ല എന്ന് അവിടുത്തെ പ്രദേശവാസികൾ ഇന്ന് എല്ലാ മാധ്യമങ്ങൾക്കും മുന്നിൽ വിങ്ങിപ്പൊട്ടി പറയുകയായിരുന്നു. ഒരുപക്ഷെ അത് ആരും അറിയാതെ പോകുമായിരുന്ന ഒരു അപകടം. അത് രീതിയിൽ അർജുന് വേണ്ടിയുള്ള മലയാളികളുടെ ആവശ്യം, തെരച്ചിൽ, ഇവിടുത്തെ മാധ്യമങ്ങളുടെ അവിടേക്കുള്ള വരവ്, ഇതെല്ലാമാണ് അത് വലിയ വാർത്തയാക്കി മാറ്റിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ മാത്രമല്ല, ഇന്നിപ്പോൾ ഒരു സ്ത്രീയുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട്. ഒരു കാരണവശാലും മുൻപായിരുന്നെങ്കിൽ ഈ മൃതദേഹമൊന്നും അവർ കണ്ടെത്താൻ പോകുന്നില്ല. ഇത്തരത്തിലൊരു തെരച്ചിലൊന്നും അവർ നടത്തുകയുമില്ല. തീർച്ചയായിട്ടും. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുഴയിലെ മൺകൂനയിൽ നിന്ന് വീണ്ടും സിഗ്നൽ ലഭിച്ചു സൈന്യത്തിൽ നിന്നാണ്. അപ്പോൾ ഒരു റഡാർ പരിശോധന നടത്തിയിരുന്നു. അതിലാണ് ഈ സിഗ്നൽ കണ്ടെത്തിയത്. സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്ത് നാളെ വിശദമായ പരിശോധന നടത്തും. അതേസമയം ഷിരൂരിൽ കാണാതായ അർജുനെ കണ്ടെത്താൻ റിട്ടയേർഡ് ജനറൽ എം ഇന്ദ്രബാലൻ ഷിരൂരിലേക്ക് തിരിക്കുന്നുണ്ട് എന്ന വാർത്ത കൂടി ഇന്ന് പുറത്തു വരുന്നു. അർജുനെ കണ്ടെത്താൻ ഇന്റലിജന്റ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിക്കാനാണ് പുതിയ തീരുമാനം. ആർമിയിലെ മേജർ ജനറലായിരുന്ന എം ഇന്ദ്രബാലന്റെ സഹായം തേടി ദൌത്യസേന നാളെ ദൌത്യസംഘത്തിന്റെ ഭാഗമാകുമെന്ന് ഇന്ദ്രബാലൻ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഷിരൂർ മണ്ണിടിച്ചിലിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യം 24 ലഭിച്ചു. ഗംഗാവലിക്ക് മറുകരയിലെ നാട്ടുകാർ പകർത്തിയ ദൃശ്യമാണ് ഇപ്പോൾ ലഭിച്ചത്. ആളുകൾ ഭയന്നോടുന്നതും വാഹനങ്ങൾ പുഴയിൽ പതിച്ചുവെന്ന് പറയുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ദൃശ്യങ്ങൾ ജില്ലാ ഭരണകൂടം ശേഖരിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്കാണ്. വാർത്താ സംഘം ഇന്ന് മറുകരയിൽ പോയിരുന്നു. അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്താൻ പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിച്ച അവിടുത്തെ പ്രദേശവാസി തന്ന മൊബൈൽ പകർത്തിയ ദൃശ്യമാണ്. അതിൽ വളരെ വ്യക്തമാണ്. അത് ആ സംഭവം നടക്കുന്ന സമയത്ത് മറുകരയിൽ നിന്നും പകർത്തിയ ദൃശ്യം, എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആ സംഭവം നടക്കുന്നത് ചുവന്ന വൃത്താകൃതിയിൽ കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. ശക്തമായ മണ്ണിടിച്ചിൽ താഴേക്ക് അത് പതിക്കുന്നതൊക്കെ കാണാം. ആ വെള്ളത്തിൽ പതിക്കുമ്പോൾ ഉണ്ടായ വലിയ തിരമാല അത് കണ്ടിട്ടാണ് ഇപ്പുറത്തുള്ള ആൾക്കാർ ഭയന്നോടുന്നത്. ആ ഓടുന്ന സമയത്ത് പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഒരുപക്ഷെ സമാനമായ രീതിയിലുള്ള കുറച്ചുകൂടി വ്യക്തമായ ദൃശ്യങ്ങൾ ആ സമീപവാസികളുടെ കയ്യിലൊക്കെ ഉണ്ടാകും. പക്ഷേ അവർക്കിങ്ങനെ മാധ്യമങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വാർത്തകൾ നൽകണമെന്നൊന്നും ആ നാട്ടുകാർക്ക്, ആ ഗ്രാമവാസികൾക്ക് അതറിയില്ല. അവർക്ക് ഇത് ഒരു പ്രകൃതി ദുരന്തം എന്നതിനപ്പുറം ഇതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇത് ജില്ലാ ഭരണകൂടം ഇതിൻ്റെ ആധികാരികത പരിശോധിക്കുന്നുമുണ്ട്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട്. അരുൺ, ഈ ദൃശ്യങ്ങൾ മറുകരയിൽ നിന്ന് നമുക്ക് ലഭിച്ചത്, മറുകരയിലെ ആളുകൾ ചിത്രീകരിച്ചതാണ്, അത് നമുക്ക് ലഭിക്കുകയായിരുന്നു. ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം മണ്ണ് ഇടിഞ്ഞ് വീഴുന്നത്. ഇതിൽ ലോറി ഉൾപ്പെടെ ഉണ്ട് എന്ന് ഈ സമീപവാസികളിൽ ആരെങ്കിലും പറയുന്നുണ്ടോ? അവർ ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് അവിടെ ദൃക്സാക്ഷികളെ കണ്ടെത്താൻ അരുണിന് സാധിച്ചോ? അവർ എന്തൊക്കെയാണ് പറയുന്നത്? പ്രവിത, ഈ ഷിരൂർ മണ്ണിടിച്ചിലിന്റെ ഭീകരത അല്ലെങ്കിൽ അതിന്റെ അപകടത്തിന്റെ വ്യാപ്തി തെളിയിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. അതായത് ഗംഗാവലി പുഴയുടെ മറുവശത്ത് നിന്ന് ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ ഈ നാട്ടുകാർ, അവിടുത്തെ മറുകരയിലെ നാട്ടുകാർ പകർത്തിയ, മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇത്. അതിൽ കൃത്യമായി തന്നെ നമുക്ക് ഈ ഷിരൂരിലെ മണ്ണിടിച്ചിൽ നടന്ന ആ സ്ഥലം കൃത്യമായി വ്യക്തമായി, ദൂരദൃശ്യമാണെങ്കിലും നമുക്കത് വളരെ വ്യക്തമായി കാണാം. അതിനുശേഷം ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു, അതിന്റെ ഒരു ആഘാതം പുഴയിലേക്ക് പതിക്കുന്നു. ഇത് കാണുന്ന നാട്ടുകാർ, മറുകരയിലുള്ള നാട്ടുകാർ ഇത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതിനിടയിൽ ചിലർ വീണുപോകുന്നുണ്ട്. അവർ ഇത് വലിയ അപകടമാണ്, ഓടി രക്ഷപ്പെടുമെന്ന് അവർ കന്നഡ ഭാഷയിലാണ് പറയുന്നതെങ്കിലും നമുക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാഹനം ഈ പുഴയിലേക്ക് പതിക്കുന്നു എന്നവർ ഈ ഓടുന്നതിനിടെ അവർ പരസ്പരം പറയുന്നുണ്ട്. ഇതെല്ലാം ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എന്താണ് ഷിരൂർ മണ്ണിടിച്ചിലിന്റെ ഒരു ആഘാതം അല്ലെങ്കിൽ അതിന്റെ ഒരു ഭീകരത തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ ഈ മറുകരയിലുള്ള സംഭവിച്ച, അതായത് ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഈ പുഴ ഗതിമാറൊഴുകുകയും വലിയ വെള്ളപ്പൊക്കം ഉൾപ്പെടെ ഉണ്ടാവുകയും അവിടുത്തെ മറുകരയിൽ ഉണ്ടായ ദാരുണമായ കാഴ്ചകൾ നമ്മൾ ഇന്ന് പകൽ പകർത്തിയതാണ്. അതിൽ ചിലരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് അങ്ങനെയുള്ള ഒരു വലിയ ഒരു ദാരുണമായിട്ടുള്ള സാഹചര്യം നിലവിൽ ഷിരൂരിലുണ്ട്. അതിന്റെ ഒരു നേർസാക്ഷ്യമാണ്. അതെങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ വായിച്ചെടുക്കാൻ പറ്റും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അതാണ് സൂചിപ്പിച്ചത്. മണ്ണിടിച്ചിലിന്റെ ദൂരെയുള്ള ദൃശ്യങ്ങളാണെങ്കിലും നമുക്കത് വ്യക്തമായി ആ സ്പോട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആ പുഴയിലേക്കുള്ള ആഘാതം ഇവരുടെ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അത് കാണുന്ന നാട്ടുകാർ ഓടി രക്ഷപ്പെടുകയാണ്. അതിനിടയിലുള്ള അവരുടെ സംഭാഷണമാണ് നമുക്ക് ആ ഓഡിയോയിലൂടെ കേൾക്കാൻ കഴിയുന്നത്. ആ ഓഡിയോയിൽ അവർ പറയുന്നുണ്ട് ഇത് ഓടി രക്ഷപ്പെടൂ എന്ന് പറയുന്നുണ്ട്. അതിനിടയിൽ ചിലർ വീണുപോകുന്നു, ഗാഡിയുണ്ട് എന്ന് പറയുന്നു, അതായത് വാഹനമുണ്ട്, വാഹനം പതിക്കുന്നു എന്ന് അവർ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര നേരത്തെ തന്നെ ഈ ഒരു ടാങ്കർ ലോറി ഈ പുഴയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു, പുഴയിൽ ഈ കരക്കടിഞ്ഞ് കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം നിലവിൽ ഇപ്പോൾ അർജുന്റെ വാഹനം ലോറി ഈ പുഴയിലാണെന്ന ഒരു നിഗമനത്തിൽ ഇപ്പോൾ ഈ ഗംഗാവലി പുഴയിൽ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടക്കുകയാണ്. അപ്പോൾ അത്തരം സാധ്യതകൾ ഉണ്ട്. ഈ ദൃശ്യങ്ങൾ സംബന്ധിച്ച് ഈ അപകടത്തിന്റെ, മണ്ണിടിച്ചിലിന്റെ ഒരു ആകെ രൂപം ഈ ഭരണ സംവിധാനങ്ങൾക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു വിഷ്വലാണ് ഇത്. വളരെ ശരിയാണ് അരുൺ. കാരണം ഇത് ആ സമയത്ത്, ആ മൊമെന്റിൽ നടന്ന ആ സമയത്ത് പകർത്തിയ ദൃശ്യം തന്നെ എന്ന് പറയാം. കാരണം ആ താഴേക്ക് മണ്ണ് പതിക്കുന്നത് നമുക്ക് കാണാം. അത് സ്ലോ മോഷനായിട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട്, പ്രേക്ഷകർ അത് കാണുന്നുണ്ട്. അതിനുശേഷം കൃത്യമായി നദിയിൽ ഈ തിരമാലകൾ ഉയർന്നത് കാണാം, അവിടുത്തെ ജലനിരപ്പ് ഉയർന്നു വരുന്നത് കാണാം. അത് കണ്ടിട്ടാണ്, കാരണം അത് വന്നടിക്കുക മറുകരയിലേക്കാണ്. അപ്പോൾ ഓടി രക്ഷപ്പെടുക എന്നുള്ളതിൽ മറ്റൊരു മാർഗമില്ല. അവർ കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് ഓടുകയാണ്. കുട്ടികളടക്കമുണ്ട്, പലരുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ദൃശ്യം പകർത്തിയയാൾ ഇതിനൊടുവിൽ താഴെ വീഴുന്നുമുണ്ട്. അത് അല്പസമയത്തിനകം പ്രേക്ഷകർക്ക് കാണാം. ആ വെള്ളത്തിലേക്ക് അയാൾ പതിക്കുന്നുമുണ്ട്. അപ്പോൾ സംഭവിച്ചതൊരു വലിയ അപകടം തന്നെയാണ്. ഒരു സുനാമിക്ക് സമാനമായ രീതിയിൽ തിരമാല ഉണ്ടാവുക ആ നദിയിൽ നിന്നൊക്കെ പറയാൻ നമുക്ക് നമ്മുടെ ഇമാജിനേഷൻ അപ്പുറമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യം എന്ന് തന്നെ പറയാം ഇപ്പോൾ 24 സ്ക്രീനിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഇതിൽ കൃത്യമായി ജില്ലാ ഭരണകൂടത്തിന് ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ആ അപകടത്തെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ എങ്ങനെയുണ്ടായി, എവിടേക്കാണ്, എന്തൊക്കെ പതിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അവരുടെ കൃത്യമായ ആ ദൃശ്യത്തിന്റെ പരിശോധനയിലൂടെ തന്നെ ഒന്നുകൂടി കൃത്യമായി അതിൽ എന്തെങ്കിലും അടയാളങ്ങളുണ്ടോ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ എക്സ്പേർട്സിന് അത് ലഭ്യമാവുകയും ചെയ്യും. അല്ലേ അരുൺ?
തീർച്ചയായും പ്രജിന അത് തന്നെയാണ് ഇതിന്റെ ഒരു വലിയൊരു ഭീകരത ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ മറുകരയിൽ നമുക്കറിയാം, നമ്മൾ ഇന്ന് നമ്മുടെ 24 സംഘം അവിടെ സഞ്ചരിക്കുകയും അവിടുത്തെ ദുരിതം പകർത്തുകയും ചെയ്തതാണ്. ഈ പുഴയുടെ തൊട്ട് അരികിൽ വീടുകളുണ്ടായിരുന്നു, അവിടെ കൃഷിയിടങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നും നിലവിൽ ഇപ്പോൾ നമുക്ക് അവിടെ പോയാൽ പഴയ മുറക്ക് കാണാൻ സാധിക്കില്ല. അത് മൊത്തം ഈ പഴയ നിലയിലല്ല ഉള്ളത്. വളരെ ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. അവിടുന്ന് കാണാതായ ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് ഇന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അത്ര വലിയ ഒരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഇതിന്റെ ഗംഗാവലി പുഴയുടെ അപ്പുറത്തെ വശത്ത് ഒരു വലിയ മണ്ണിടിച്ചിലുണ്ടാകുന്നു. അത് ദേശീയപാതയും ഭേദിച്ച് ഈ പുഴയിലേക്ക് ആ വലിയ മണ്ണും ഈ വാഹനങ്ങളും പതിക്കുന്നു. അതിന്റെ ആഘാതം മറുകരയിൽ വരെ എത്തുന്നു എന്നത് നമ്മൾ ഈ നിലവിൽ ഇപ്പോഴത്തെ മറുകരയിലെ അവസ്ഥ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. അത് തെളിയിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു നേർസാക്ഷ്യം എന്നൊക്കെ പറയാൻ സാധിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും അരുണൊന്ന് തുടരുക. നമുക്ക് ഒന്നുകൂടെ ആ ദൃശ്യം ഒന്ന് പ്ലേ ചെയ്ത് കാണാം. അവിടുത്തെ അവരുടെ സംസാരവും എല്ലാം നമുക്കൊന്നുകൂടെ കാണാം ദൃശ്യങ്ങളിലേക്ക്. ಅದೇ ಗಾಡಿನ ಬಂತು. ಹೋಗ ಭೀಮರಿ ಬೇಡ. ಅದೇ ಗಾಡಿನ ಬಂತು. ಹೋಗ ഈ ചുവന്ന വൃത്തത്തിനകത്ത് ഉള്ള ഭാഗം അത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് അതിന് അപ്പുറത്ത് പിറകിൽ കാണാം ആ മല ഒന്നാകെ ഇടിഞ്ഞു വീണത് കാണാം. ആ സമയത്ത് വെള്ളത്തിലുണ്ടാവുന്ന മാറ്റം അത് ഈ ചുവന്ന വൃത്തത്തിനകത്ത് കൃത്യമായി കാണാവുന്നതാണ്. അവിടെ മാത്രം ആ നദിയുടെ ജലനിരപ്പ് ഉയരുന്നു. അതാണ് പിന്നീട് വലിയ ശക്തമായ തിരമാലയായി വന്ന് ഈ ഇപ്പുറത്തെ ഭാഗത്ത് മറുകരയിലേക്ക് വന്ന് അടിച്ചത്. അത് കണ്ടിട്ടാണ് ഇവർ ഓടുന്നത് എന്ന കാര്യം വ്യക്തമാണ്. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നടന്ന ദൃശ്യം എന്ന രീതിയിൽ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്ക്ലൂസീവ് ദൃശ്യമായിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ മലയിടിഞ്ഞ് താഴേക്ക് വീഴുകയും അത് നദിയിൽ പതിക്കുന്നതും എല്ലാം ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അപ്പോഴാണ് ഈ മറുകരയിൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കിയ തിരമാല ഉണ്ടായത് എന്ന കാര്യവും ഇതിൽ നിന്ന് ഇവരുടെ ദൃശ്യങ്ങളിൽ നിന്നും ഇവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തവുമാണ്. അരുൺ തുടരാം. തീർച്ചയായും അത് തന്നെയാണ്. നമുക്ക് അതിന്റെ ഒരു വശത്ത് ആ വലിയ മണ്ണിടിച്ചിലിന്റെ ദൃശ്യം നമുക്ക് വ്യക്തമായി തന്നെ കാണാം. ആ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു. അത് ഈ ദേശീയപാതയും ഭേദിച്ച് ആ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ആ വാഹനങ്ങൾ ഉൾപ്പെടെ ഇതിൽ പിന്നീട് പുഴയിലേക്ക് പതിക്കുന്നു എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ അവരുടെ സംഭാഷണങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ടാങ്കർ ലോറി ഇതേ പുഴയിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അരുൺ, ഇതിൽ എത്ര ലോറി വീണു എന്നതൊക്കെ അവർ കണ്ടിട്ടുണ്ടോ? അവരത് ശ്രദ്ധിച്ചിരിക്കാൻ വഴിയില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. പ്രവിധ അത് പൂർണ്ണമായത് ജില്ലാ ഭരണകൂടം എന്തായാലും അത് ഔദ്യോഗികമായി പരിശോധിക്കുന്നുണ്ട്. അവർ അതിന്റെ ഇത് ഒരു ഈ അപകടത്തിന്റെ അതായത് ഈ ദൃശ്യം റിട്രീവ് ചെയ്തെടുത്തത് നമുക്ക് ഇന്നാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജില്ലാ ഭരണകൂടം ശേഖരിച്ചിട്ടുണ്ട്. അവർ എന്തായാലും സ്വാഭാവികമായും ഈ അപകടത്തിന്റെ എല്ലാ രൂപവും വ്യക്തമാക്കുന്ന ദൃശ്യമായതുകൊണ്ട് തന്നെ അവർ അത് കൃത്യമായി പരിശോധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ എത്ര വാഹനങ്ങൾ അവർ ഈ അപകടത്തിൽ പെട്ടു എന്നൊരു പക്ഷേ ഈ നാട്ടുകാർ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അവർ വാഹനങ്ങൾ ഈ അപകടത്തിൽ പെടുന്നു, അതിന്റെ സാന്നിധ്യം അവർ എന്തായാലും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ആ സംഭാഷണങ്ങളിൽ അത് വ്യക്തമായി നമുക്ക്. അപ്പോൾ ഒരു സംശയം കൂടി ഉണ്ടായിരുന്നു. ഇതിൽ ഇപ്പോൾ ഈ ജബീർ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ പ്രേക്ഷകരാണ് ചോദിക്കുന്നത് പോലെ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടുത്തെ നാട്ടുകാർ എന്തുകൊണ്ട് ഇത് നേരത്തെ ഈ കാര്യം പറഞ്ഞില്ല എന്നുള്ള ചോദ്യമാണ്. അതിന് എനിക്ക് തോന്നുന്നു സാധാരണക്കാരായ ആൾക്കാരാണ് താമസിക്കുന്നത്. അവർ ഈ മീഡിയയൊക്കെ വന്നതിന് ശേഷം മാത്രമാണ് ഈ അപകടത്തിന്റെ ഇത്രമാത്രം ഗൗരവമുണ്ട് എന്ന കാര്യം പുറം ലോകം പോലും അറിഞ്ഞത്. അല്ലെങ്കിൽ ഇതൊരു സാധാരണ മണ്ണിടിച്ചിൽ എന്ന രീതിയിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതെല്ലാം സഹിച്ചുകൊണ്ട് അവിടെ കഴിയേണ്ടി വരുന്ന കുറെ ആൾക്കാരായി മാത്രം മാറുമായിരുന്നു അല്ലേ?
പ്രജിന ആ മറുകരയിലുള്ള നാട്ടുകാരുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ വേദനിപ്പിക്കുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപക്ഷെ അന്ന് പകർത്തിയ ദൃശ്യങ്ങൾ അവരുടെ മൊബൈൽ ഫോണിൽ ഉണ്ടായിരിക്കാം. അവർ അത് എന്തെങ്കിലും ആർക്ക് കൈമാറണമെന്നൊരു മാനസികാവസ്ഥയിലൊന്നും ഇരിക്കുന്നവരല്ല. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതം എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഏകദേശം 10ഓളം വീടുകളാണ് ആ ഒരു ലെയറിൽ തന്നെ, അതായത് പുഴയുടെ തൊട്ടരികിൽ ഒരു ലെയറിൽ തന്നെ നഷ്ടമായത്. അതിനപ്പുറത്തേക്കും അതിന്റെ ദുരന്തത്തിന്റെ വ്യാപ്തിയുണ്ട്. അവിടെയുള്ള ആൾക്കാരെ കാണാതായിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴും അവിടുത്തെ ഒരു വ്യക്തിയെ കാണാതെ ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ അവർ ഇന്ന് തെരച്ചിലിനൊടുവിലാണ് ഇന്ന് കണ്ടെത്തിയത്. അപ്പോൾ ഒരു വലിയ ദുരന്തം അവർ മുന്നിൽ കണ്ട് നേരിട്ടവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ ആരെങ്കിലും ഒരു ദൃശ്യം പകർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് പിന്നീട് അത് അവർക്ക് ആരെങ്കിലും കൈമാറണമെന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല. പിന്നീട് കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇതിപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അവർ ഇത്തരം ദൃശ്യങ്ങളുണ്ട് എന്നും അങ്ങനെ ആരെങ്കിലും വിവരം പങ്കുവച്ചതായിരിക്കാം എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതിന്റെ കൂടുതൽ സ്ഥിരീകരണവും അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള എന്താണ് ഇതെങ്ങനെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ സംബന്ധിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ ജില്ലാ ഭരണകൂടം എന്തായാലും ശേഖരിക്കുന്നുണ്ട്. ശരി അരുൺ, എന്തായാലും ഏറ്റവും ഒടുവിൽ ആ ദൃശ്യം പകർത്തിയാൽ വെള്ളത്തിൽ വീഴുന്നത് കൂടി പ്രേക്ഷകർക്ക് കാണാം. തിടുക്കപ്പെട്ട് ഓടുകയാണ് അവർ. ഈ സംഭവം കണ്ട് പേടിച്ച് ഓടുന്നതിനിടയിലാണ് അയാൾ വീഴുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഷിരൂരിൽ നിന്ന് ഉള്ള ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണിത്. നാട്ടുകാരിൽ ഒരാൾ പകർത്തിയതാണ്. ഒരു പക്ഷേ അവർക്ക് ഇത്രയധികം വിദ്യാഭ്യാസമോ ഇതിൻ്റെ ഒരു വ്യാപ്തിയോ ഒന്നും അറിയണമെന്നില്ല. അതുകൊണ്ടായിരിക്കാം ഇവരത് അധികൃതരിലേക്ക് എത്തിക്കാതിരുന്നത്. അല്ലെങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ അവിടുത്തെ അധികൃതർ ഇത് കാണിച്ചിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും അവർക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. കേരളം പോലെയല്ല, നമ്മുടെ സംസ്ഥാനം പോലെയല്ല അതെന്നുള്ളത് ഈ ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമായ കാര്യമാണ്. പറഞ്ഞു കേട്ടില്ലേ, അവിടെ പോയിട്ട് ആരോടാണ് എന്താണ് പറയേണ്ടതെന്നോ എവിടത്തേക്കാണ് പോകേണ്ടതെന്ന് പോലും ആർക്കും അറിയില്ല. അപ്പൊ അവിടുത്തെ ആൾക്കാർ പറയുന്നത് അവർ അത്രയും എന്നാണ് പറയാ, അങ്ങനെ സ്ഥിതിയിൽ കഴിയുന്ന ആൾക്കാരാണ്. ആരുമായിട്ടും അങ്ങനെ ആക്സസ് ഇല്ലാത്ത ആൾക്കാരാണ്. അവരുടെ ശ്രദ്ധിക്കാൻ ആരുമില്ലാത്ത ആൾക്കാരാണ്. എന്തൊക്കെ സംഭവിക്കുന്നു അതെല്ലാം സഹിച്ചുകൊണ്ട് നിൽക്കുക എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ ജീവിതം കണ്ടപ്പോൾ നമ്മുടെ റിപ്പോർട്ടർമാർക്കും മനസ്സിലായിട്ടുള്ളത്. അതാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ അവരെ കാണിച്ചതാണ്. ഈ മൊബൈലുള്ള ദൃശ്യങ്ങൾ ചിലപ്പോൾ ഇതിലും കൂടുതൽ വ്യക്തമായിട്ടുള്ള ദൃശ്യങ്ങൾ മറ്റാരുടെയും കയ്യിൽ ഉണ്ടാവും. പക്ഷേ ചിലപ്പോൾ അവർക്ക് അധികൃതരെ പേടിയായിരിക്കും, അവിടുത്തെ പോലീസിനെ പേടിയായിരിക്കും. മീഡിയയെ ഇങ്ങനെ സമീപിക്കാമെന്നുള്ള കാര്യമൊന്നും ഇപ്പോൾ കേരളത്തിലെ നമുക്ക് നമ്മളുടെ ആൾക്കാർക്ക് അറിയുന്നത് പോലെയൊന്നും ആ സാഹചര്യത്തിൽ ജീവിക്കുന്നവർക്ക് അത് അറിയണമെന്നില്ല. അതുകൊണ്ടാകാം ഇത് പുറത്തു വരാൻ വൈകിയത് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനെ 8ാം ദിവസവും കണ്ടെത്താനായില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. സൈന്യവും നാവികസേനയും സംയുക്തമായി ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ലോറിയുടെ സാന്നിധ്യം കാണാത്തതിനാൽ ദൗത്യം അവസാനിപ്പിക്കുകയായിരുന്നു. മണ്ണിനടിയിൽ കുടുങ്ങിയ ആളെ കണ്ടെത്താത്തത് ഗുരുതര പ്രശ്നമാണെന്ന് ചൂണ്ടിക്കാട്ടി കർണാടക ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഗംഗാവാലിപ്പുഴയുടെ തീരത്ത് നിന്ന് 40 മീറ്റർ അകലെ ലോഹ സാന്നിധ്യം കണ്ടെത്തിയതായിരുന്നു ഇന്നത്തെ ആശ്വാസം. 8 മണിയോടെ ഇന്ത്യൻ സൈന്യവും നാവികസേനയും പുഴയിലിറങ്ങി തെരച്ചിൽ ആരംഭിച്ചു. ഇതിനിടെ നദി ഗതിമാറി ഒഴുകി അപകടത്തിൽ മരിച്ച അങ്കോള ഒളവറൈ സ്വദേശി 62-കാരി സണ്ണി ഗൌഡയുടെ മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെത്തി. അപകടം നടന്ന ഷിരൂരിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഒളവറയിലെ വീട്ടിലെത്തിച്ച മൃതദേഹം സംസ്കരിച്ചു. മലയാളി രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേലിനും സംഘത്തിനും ഇന്നും പോലീസ് വിലക്കേർപ്പെടുത്തി. ജില്ലാ കളക്ടറുടെ അനുമതി ലഭിച്ചിട്ടും അപകടം നടന്ന സ്ഥലത്തേക്ക് കടക്കാൻ കർണാടക പോലീസ് അനുവദിച്ചില്ല. No, I am in the barricade, near the barricade. The police person is not entering me now to the... ഡെപ്യൂട്ടി കമ്മീഷണർ കളക്ടർ ജില്ലാ കളക്ടർ ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞത് പുള്ളിക്കാരെ വിളിച്ച് ലൈനിൽ കൊടുത്തിട്ടാക്കാം. നമ്പർ സംശയം വന്നു. പുള്ളിക്കാർ ഓർഡർ ഇട്ടിട്ട് കയറ്റാം. പുള്ളിക്കാരെ വിടുന്നില്ല. അവരെ എന്തുമാത്രം സെൻസ് ഇല്ലാത്ത ആലോചിച്ച് നോക്കി. ഇവരുടെ ശബ്ദം പോലും മനസ്സിലാകുന്നില്ല അവരുടെ കളക്ടറിന്റെ. ഡീപ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച പുഴയിൽ നടത്തിയ തെരച്ചിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. നദിയിൽ വെച്ച വാതക ടാങ്കർ പൊട്ടിത്തെറിച്ചതാണ് മറുകരയായ ഒളവറയിലെ ദുരന്തത്തിന് കാരണമെന്ന് പ്രദേശവാസി. നദിയിൽ സ്ഫോടനം നടന്നെന്ന വാദം തെറ്റെന്ന് സ്ഥലം MLA നാളെ അത്യാധുനിക ഉപകരണങ്ങൾ സ്ഥലത്തെത്തിക്കും. And from Port Goa or from Port Mangalore, it is not feasible to bring now in this weather. Weather is rough. If the port department is allowing, definitely I will bring the dredger also. ഇടവിട്ട് പെയ്ത കനത്ത മഴയും കാറ്റും രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു. റോഡിലെ മണ്ണ് മാറ്റുന്നതിൽ മാത്രമായിരുന്നു
രക്ഷാപ്രവർത്തകരുടെ പ്രധാന ശ്രദ്ധ. ഇതിനിടെ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ കഴിയാത്തത് ഗുരുതര വിഷയമെന്ന് കർണാടക ഹൈക്കോടതി വിമർശിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കോടതി നോട്ടീസ് അയച്ചു. ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഇരു സർക്കാരുകളും ഹൈക്കോടതിയെ അറിയിച്ചു. ഹർജി നാളെ വീണ്ടും കോടതി പരിഗണിക്കും. ടീം 24 കർണാടക. സ്വാഭാവികം ഏറ്റവും വിഷമമുണ്ടാവുക കുടുംബത്തിന് തന്നെയാണ്. നമുക്ക് ഇത്രയും വിഷമമാണെങ്കിൽ അവരുടെ അവസ്ഥ എന്താവും? അവരെന്നും പ്രതികരണവുമായി രംഗത്ത് വരികയും ചെയ്തു. മണ്ണിടിൽ കാണാതായ അർജുനെ തിരിച്ചു കിട്ടും വരെ തെരച്ചിൽ തുടരണം എന്ന് സ്വാഭാവികമായിട്ടും കുടുംബം ആവശ്യപ്പെടും. അതിലൊന്നും ഒരു അസ്വാഭാവികതയുമില്ല. നിലവിലെ തെരച്ചിൽ തൃപ്തരാണ്. സാധ്യമായ എല്ലാ യന്ത്രങ്ങളും ഉപയോഗിക്കണമെന്നും ഇന്ന് സഹോദരി പറഞ്ഞു. ഇതുവരെ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു ന്യൂസൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അർജുനെ പറ്റിയിട്ട്. അപ്പോൾ അവന് തിരിച്ച് കിട്ടുന്നത് വരെ തുടരണം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ കുറേ കൂടി എന്തൊക്കെയോ അവർ യൂസ് ചെയ്തിട്ട് ഇനി എത്തുന്നുള്ളൂ സാധനങ്ങൾ. അപ്പോൾ നമുക്ക് അതിലും കൂടി നോക്കാം. ഏതായാലും നമുക്ക് വേണ്ടി ഇവിടുന്ന് പോയ ഒരുപാട് സഹോദരങ്ങളുണ്ട്. അതേമാതിരി ഇവന് വേണ്ടി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട എല്ലാ ഫോഴ്സിലുള്ള ആളുകൾക്കും എല്ലാവർക്കും നമ്മളിപ്പോൾ ഓർക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഏതായാലും ഈ ഒരു രക്ഷാപ്രവർത്തനം ഇതേ രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായ ശേഷവും ലോറി ഓണായെന്ന വിവരത്തെക്കുറിച്ച് തനിക്ക് നേരിട്ടറിയില്ല എന്ന് ലോറി ഉടമ മനാഫ്. ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത് ആരാണെന്ന് അറിയില്ലെന്നും മനാഫ് ഇന്ന് എൻകൗണ്ടർ പ്രൈമിൽ പറഞ്ഞു. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെന്നുള്ളത് ഭാരത് ബെൻസിൻ്റെ അവിടുന്ന് റണ്ണിങ്ങിലാണെന്ന് ഭാരത് ബെൻസാർ പറഞ്ഞെന്ന് ആരോ ന്യൂസ് കൂടിയാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ മൊബൈൽ ഓണായിട്ടുണ്ട് എന്നുള്ളത് അത് മാത്രം കൺഫേമായ കാര്യമാണ്. മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു 2 ദിവസം, അത് കഴിഞ്ഞിട്ട് ഓണായി എന്നുള്ളത്. അത് ഞാൻ ന്യൂസ് ചാനൽ നോക്കുമ്പോൾ സൈബർ സെല്ലും സ്ഥിരീകരിച്ചിരിക്കണമെന്നാണ് പറഞ്ഞു. എന്തായാലും ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണ മല തകർത്ത ജീവിതങ്ങളുണ്ട് കർണാടകയിലെ അങ്കോലയിൽ നിന്ന് നേരത്തെ പറഞ്ഞു. അത് മറുകരയിലാണ് ഏറ്റവും ശക്തമായ ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടായത്. ഷിരൂർ ഗ്രാമത്തെ കണ്ണീരിലാഴ്ത്തിയ മണ്ണ് ഗംഗാവാലി പുഴയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. നദി ഗതിമാറി ഒഴുകിയതോടെ മറുകരയിലെ ജനജീവിതം ദുഷ്കരമായി. നിരവധി വീടുകൾ തകരുകയും ചെയ്തു. 8 ദിവസം മുൻപൊരു പ്രഭാതം. എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കുന്നതിന് മുന്നേ സർവ്വതും പുഴയിൽ മുങ്ങി. മലയിടിഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെടുത്തിയതോടെ സംഹാര താണ്ഡവമാടിയ ഗംഗാവാലി കവർന്നെടുത്തത് 6 വീടുകൾ. കൃഷിയെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന കർഷക കുടുംബങ്ങൾ പൊന്നോമനകളായ വളർത്തുമൃഗങ്ങളെയും പുഴ കൊണ്ടുപോയി. കൂട്ടുകാരെ കാണാത്തതിനാൽ ചിലരൊക്കെ ഇപ്പോഴും ഗംഗാവാലിക്കരയിൽ കാത്തിരിപ്പുണ്ട്. വീടും സമ്പാദ്യവും നഷ്ടമായതുപോലും പുറത്തറിയാൻ കേരളത്തിലെ മാധ്യമങ്ങൾ വരേണ്ടി വന്നെന്ന് വീട് നഷ്ടമായ ബൊമ്മാനന്ദ. ಮೀಡಿಯಮ್ನವ್ರು ಬಂದು ತಂದು ಎಲ್ಲರಿಗೂ ಗೊತ್ತಾಗೋಯ್ತು. ಅದನ್ನ ಅಲ್ಲೇ ನಿಂತಾಕ್ಬಿಡೋದಾಗಿತ್ತು. ಈಗ ನಮ್ಗೆ ಜಾಗ ಬೇಕು, ಮನೆ ಕಟ್ಟುಕರುವ ಜಾಗ ಎಲ್ಲಿತ್ತು? ಯಾರೂ ಇಲ್ಲ ಮನೆಯಲ್ಲಿ. ಆ ಥರ ಇದು ಮನೆಯಲ್ಲೇ ನೋಡೋಕ್ಕೂ ಹಾಕಲ್ಲ, ಮನೇಲಿ ಒಳಕ್ಕೂ ಧೈರ್ಯ ಇಲ್ಲ, ಎಲ್ಲ ಬೀರ ಇದು. വീട് തകർന്നവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് കർണാടക സർക്കാർ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പക്ഷേ
അപകടം നടന്ന് ഇത്രയും ദിവസം പിന്നിട്ടിട്ടും ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരും ഇവിടെ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ഉയരുന്ന പരാതി. കർണാടകത്തിലെ അങ്കോലയിൽ നിന്ന് വിജേഷ് അണങ്കൂരിനും അഭിലാഷ് പള്ളിക്കരയ്ക്കുമൊപ്പം അരുൺ പാറക്കൽ, 24. അതാണ് അങ്കോലയിലെ ജീവിത സാഹചര്യം. ഇങ്ങനെയാണ് അവിടുത്തെ ആളുകൾ കഴിയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഇപ്പൊ ദൃശ്യങ്ങളുടെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നേരെ ജമ്മു കാശ്മീരിലേക്ക് പോകാം. അവിടെ പൂഞ്ചിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു. നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തുന്നതിനിടെ ഗുരുതരമായി പരുക്കേറ്റ ലാൻഡ് നായിക് സുഭാഷ് ചന്ദ്രാണ് വീരമൃത്യു വരിച്ചത്. നിയന്ത്രണ രേഖയോട് ചേർന്ന മേഖലയിൽ സൈനിക നടപടി പുരോഗമിക്കുകയാണ്. പൂഞ്ചിന് പിന്നാലെ കുപ്വാരയിലും ഭീകരരുമായി ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. ആർ അച്യുതൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, ആ മേഖലയിലാകെ തന്നെ കഴിഞ്ഞ കുറേ ആഴ്ചകളായി സംഘർഷാവസ്ഥയാണ്, ഏറ്റുമുട്ടലാണ്. ഇപ്പോൾ മറ്റൊരു സൈനികന്റെ വീരമൃത്യു എന്ന വാർത്തയാണ് ഇന്ന് പുറത്തുവന്നത്. എന്താണ് മേഖലയിലെ നിലവിലെ സാഹചര്യം? എന്ത് നീക്കമാണ്, ഒരു തിരിച്ചടിക്കുള്ള ശ്രമം സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രത്യാക്രമണം കൂടി ഉണ്ടാവുന്നത്. നിലവിലെ സാഹചര്യം എന്താണ്? പ്രജിൻ, പ്രവിധ, ഈ ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ നിയന്ത്രണ രേഖയോട് ചേർന്ന പ്രദേശത്ത് ഭീകര സാന്നിധ്യം തിരിച്ചറിയുന്നതും തുടർന്ന് അതൊരു ഏറ്റുമുട്ടലിലേക്ക് എത്തുന്നതും. ആ സമയത്താണ് ഈ ലാൻസ് നായിക്കായിട്ടുള്ള സുഭാഷ് ചന്ദ്രന് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ വീരമൃത്യു വരിച്ചിരിക്കുകയാണ്. നിലവിൽ ഈ മേഖലയിൽ ഇപ്പോഴും സൈനിക നടപടി പുരോഗമിക്കുന്നു. അതിനിടയിൽ തന്നെ കുപ്വാരയിലും സമാനമായ രീതിയിൽ നിയന്ത്രണ രേഖയോട് ചേർന്ന മേഖലയിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഭീകരരും സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവിടെ തുടരുകയാണ്. നേരത്തെ കരസേനാ മേധാവി തന്നെ ഈ ജമ്മു കാശ്മീരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. കൂടുതൽ സൈന്യത്തെ, ഏതാണ്ട് 3000 സൈന്യത്തെ അധികമായി വിന്യസിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ആ സാഹചര്യങ്ങൾ ഉണ്ടായെങ്കിലും ഈ ഭീകര ആക്രമണങ്ങൾ ഇപ്പോഴും, നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും അതുപോലെ തന്നെ ഭീകരാക്രമണവും ജമ്മുവിൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം. എന്തായാലും നിലവിൽ വരുന്ന വാർത്തയനുസരിച്ച് ഒരു സൈനികൻ വീരമൃത്യു വരിച്ചിരിക്കുന്നു. കുപ്വാരയിൽ ഏറ്റുമുട്ടൽ പുരോഗമിക്കുകയാണ്. പ്രജിൻ, പ്രവിധ. ശരി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ കമന്റ് ബോക്സിൽ ഒരുപാട് കമന്റുകൾ വന്ന് നിറയുന്നുണ്ട്. നേരത്തെ ജാബിർ ജബി എന്നൊക്കെ പറയുന്ന ആൾ ചോദിച്ചതുപോലെ ഒരുപാട് സംശയങ്ങളുണ്ട്. അവരത് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ ദൃശ്യങ്ങളും നേരത്തെ ആരും പുറത്തുവിടാത്തത്. അപ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് റിപ്പോർട്ടിലൂടെയും നമ്മൾ റിപ്പോർട്ടർമാർ പറഞ്ഞു മനസ്സിലായി കാണും. അത്രയും സാധാരണക്കാരായ ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. അവർക്കിത് ആർക്ക് നൽകണമെന്നോ ആരെ ധരിപ്പിക്കണമെന്നോ ഒന്നും അറിയാത്ത ആൾക്കാരാണ് ആ മേഖലയിൽ. ആകെ ഷിരൂരിലെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇന്ന് അവിടെ നമ്മുടെ സംഘം പോയപ്പോൾ അവരുമായി സംസാരിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അവരുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത്തരം കമൻറ്റുകൾ ഒരുപാട് നിറയുന്നുണ്ട്. എല്ലാവരും ആ കുടുംബത്തിന് ധൈര്യം നൽകണം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായ മിനി ബാബു ഒക്കെ ആ അഭിപ്രായം പങ്കുവെക്കുന്നുമുണ്ട്. അതെ, അതേപോലെ തന്നെ ഇപ്പോൾ കുടുംബത്തിൻ്റെ സങ്കടത്തോടൊപ്പം ചേരുന്നതാണ് നിരവധി കമൻസ്. അത്തരത്തിലുള്ള കമൻസാണ് കൂടുതലായും ഉള്ളത്. പിന്നെ ഈ പറയുന്നത് പോലെ പല സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൂടെ എന്നുള്ള സംശയമൊക്കെ ആൾക്കാർ, നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ ഉത്തരം പറയേണ്ടത് അധികാരികളാണ്, അതുമായി ബന്ധപ്പെട്ടവരാണ്. അവരതിലേക്ക് ഇപ്പോൾ എത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ സംഭവം നടന്നിപ്പോൾ 8 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. അത് ആ ഒരു ഗോൾഡൻ പീരീഡ് നമ്മൾ മിസ്സാക്കി കഴിഞ്ഞു. ആ ഗോൾഡൻ ഡേയ്സ് മിസ്സാക്കി കഴിഞ്ഞു. ഇനി എങ്ങനെയും അത് കണ്ടെത്തുക എന്നുള്ള ആ ഒരു ഒറ്റ ലക്ഷ്യം മാത്രമാണ്. വിപിൻ വർഗീസ് പറയുന്നു, അപകടം ചെറുതാണോ വലുതാണോ എന്ന് നോക്കരുത്, ആദ്യം തന്നെ മാൻ മിസ്സിംഗ് എന്ന് കേട്ടാൽ പ്രോപ്പറായ എക്യുപ്മെന്റ്സ് കൊണ്ടുവരണം എന്ന് പറയുന്നു. അപ്പോൾ അതിലൊരു കാര്യമില്ലാതില്ല. കാരണം ഏറ്റവും ആദ്യം നടത്തേണ്ട ഒരു കൃത്യമായ ഇടപെടൽ അത് അവിടെ ഉണ്ടായില്ല എന്ന കാര്യം അത് ഇതിനോടകം വ്യക്തമായതുമാണ്. ആദ്യത്തെ ദിവസങ്ങളിൽ നമുക്കത് മിസ്സായതാണ്. ഇപ്പോൾ പ്രവിധ പറഞ്ഞതുപോലെ ആ ഒരു ഗോൾഡൻ അവേഴ്സ് മിസ്സായതാണ്. ഇങ്ങനെ എവിടെ തിരയണം എന്ന് പോലും അറിയാത്ത രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. അത് പറയാതെ ശ്രീജ പറയുന്നു, ദൈവമേ നീ എന്തെങ്കിലും ഒരു മിറക്കിൾ നടത്തണേ എന്നാണ് പറയുന്നത്. അതാണ് നമ്മളെല്ലാവരും അത്തരത്തിലൊരു മിറക്കിൾ തന്നെ പ്രതീക്ഷ അർപ്പിക്കുകയാണ് എന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ അവിടുത്തെ ആളുകളുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ചും നിരവധി ആളുകൾ ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ പറഞ്ഞതാണ്, ഈ നമ്മുടെ മാധ്യമ സംഘങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ആളുകളെ കാണാതായവർ നമ്മുടെ ടീമിനോട് വന്നിട്ട് പറയുകയാണ്, നമ്മളെ മാധ്യമപ്രവർത്തകരോട് വന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ ആളെ തിരയുന്നതിന് കൂടെ തന്നെ ഞങ്ങളുടെ ആളുകളെ കൂടി തിരയാൻ ഒന്ന് പറയണേ എന്ന്. അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ആ ഭാഗത്ത് ജീവിക്കുന്ന ആളുകൾ. ഇപ്പോൾ തന്നെ വ്യക്തമായിട്ടുണ്ടാകുമല്ലോ എന്തുകൊണ്ടാണ് ഈ ദൃശ്യത്തിൻ്റെയൊക്കെ പ്രാധാന്യം അവർക്ക് അറിയാത്തത് എന്നുള്ളത്. അപ്പോൾ
അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ. മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മലയാളികളുടെ ഒത്തൊരുമയെക്കുറിച്ചൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അത് ഇന്നിപ്പോൾ അവിടുന്ന് മനാഫും പറഞ്ഞതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടേക്ക് എത്തിയ 100 കണക്കിന് ആൾക്കാരുണ്ട്. അവിടെ പിന്നീട് സൈന്യം ഒരു രീതിയിൽ ഒരു ഓപ്പറേഷൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ അവർക്ക് നീങ്ങാൻ പറ്റുള്ളൂ. പുറമേ നിന്നുള്ള ആൾക്കാരെ അതിൽ ചേർക്കുന്നതിലും അവിടത്തേക്ക് കൊണ്ടുപോകുന്നതിലും ഒക്കെ ചില പ്രോട്ടോകോൾ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് അവരെ അങ്ങോട്ടേക്ക് കടത്താത്തതെന്ന വിശദീകരണം ഇന്ന് അവരുടെ ഭാഗത്തുനിന്നും വന്നതുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു ചെറിയ ഇടവേള കൂടി വേണം. ഒരു ഇടവേള കഴിഞ്ഞു വരുമ്പോൾ നമുക്കറിയാം ഇന്ന് 3ാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റായിരുന്നു, സമ്പൂർണ്ണ ബജറ്റായിരുന്നു. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെ നമ്മൾ ബജറ്റിനെ കാത്തിരുന്നെങ്കിലും കേരളത്തിന് വലിയ പരിഗണന ലഭിച്ചില്ല എന്ന അഭിപ്രായം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല എന്ന മറുഅഭിപ്രായവും ഉണ്ട്. വൈറ്റിലയിൽ തോട്ടിലെ മാലിന്യം നീക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ ബാർ ജീവനക്കാരിയെ കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ മർദ്ദിച്ചു എന്ന് പരാതി. വൈറ്റില വാർഡ് കൗൺസിലർ സുനിത ഡിക്സണിനെതിരെയാണ് പരാതി. എന്നാൽ പരാതി കൗൺസിലർ തള്ളി. മലപ്പുറം ചങ്ങരംകുളം നരണിപ്പുഴയിൽ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടി കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. നരണിപ്പുഴ സ്വദേശി ഷിഹാബിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് പാലത്തിന് മുകളിൽ നിന്ന് ഷിഹാബ് പുഴയിൽ ചാടിയത്. പത്തനംതിട്ട കൂടൽ ഇഞ്ചപ്പാറയിൽ പുലിയെ കണ്ടെന്ന് നാട്ടുകാർ. രാക്ഷസൻ പാറയിൽ പുലിയുടേതിന് സമാനമായ വന്യജീവിയുടെ വിദൂര ദൃശ്യങ്ങൾ ലഭിച്ചു. കേന്ദ്ര ബജറ്റിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ ഇന്ത്യ സഖ്യ യോഗത്തിന്റെ തീരുമാനം. നാളെ പാർലമെന്റിന് മുന്നിൽ നേതാക്കൾ പ്രതിഷേധിക്കും. ഇന്ത്യ സഖ്യ പാർട്ടികൾ ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കുന്നതും പരിഗണനയിൽ. നീതി ആയോഗ് യോഗം തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ ബഹിഷ്കരിക്കും. കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് അവഗണന എന്നാരോപിച്ച് തൃശൂരിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം. കേന്ദ്ര ബജറ്റ് ജനദ്രോഹപരമെന്നാരോപിച്ച് തൃശൂർ നഗരത്തിലാണ് പ്രതിഷേധ മാർച്ച് നടന്നത്. മലപ്പുറം കുറ്റിപ്പുറത്ത് ട്രെയിൻ തട്ടി മധ്യവയസ്കൻ മരിച്ചു. ചങ്ങരംകുളം നന്നമുക്ക് ചെറുവല്ലൂർ സ്വദേശി മുഹമ്മദ് അലിയാണ് മരിച്ചത്. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷന് സമീപം ഹൈസ്കൂൾ ഭാഗത്താണ് അപകടമുണ്ടായത്. വെൽക്കം ബാക്ക്. അപ്പോൾ ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത തുടരുകയാണ്. നേരത്തെ പറഞ്ഞ വാർത്തയിലേക്ക് തന്നെ ആദ്യം പോകുന്നു. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് നിരാശ. യുവാക്കളെയും മധ്യവർഗത്തെയും ലക്ഷ്യമിട്ട 3ാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് തൊഴിൽ, നൈപുണ്യ വികസനം, അടിസ്ഥാന സൗകര്യം, ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്കാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. മുദ്രാ ലോൺ പരിധി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. മുൻനിര കമ്പനികളിൽ ഇന്റേൺഷിപ്പിന് 5000 രൂപ അലവൻസും ധനമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചു. 7ാം ബഡ്ജറ്റ് പ്രസംഗവും നിർമ്മലാ സീതാരാമൻ വായിച്ചു തുടങ്ങിയത് നേട്ടങ്ങളക്കമിട്ട്. യുവാക്കൾ, കർഷകർ, പാവങ്ങൾ, വനിതകൾ എന്നിവർക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നതാണ് തന്റെ ബഡ്ജറ്റ് എന്ന് ധനമന്ത്രി അവകാശപ്പെട്ടു. We need to focus on 4 major castes, namely the Garib, Mahilaye, Yuva and Annadata, the poor, women, youth and the farmer. പ്രധാന പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ: യുവാക്കൾക്കായി 2 ലക്ഷം കോടിയുടെ പദ്ധതി, 1.48 ലക്ഷം കോടി വിദ്യാഭ്യാസത്തിനും തൊഴിലിനും തൊഴിൽ നൈപുണ്യത്തിനും, കൃഷിക്ക് 1.52 ലക്ഷം കോടി രൂപ, സംസ്ഥാനങ്ങളുമായി ചേർന്ന് 400 ജില്ലകളിൽ ഡിജിറ്റൽ ക്രോപ്പ് സർവേ, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന 5 വർഷത്തേക്ക് നീട്ടും, തദ്ദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടുന്നതിന് 10 ലക്ഷം രൂപ വരെ വായ്പ 3% പലിശ ഇളവിൽ ലഭ്യമാക്കും, സ്വർണം, വെള്ളി ഇവയുടെ ഇറക്കുമതി നികുതി 6% കുറച്ചു, 1000 വ്യവസായ പരിശീലന കേന്ദ്രങ്ങൾ, ആദ്യമായി സ്വകാര്യ മേഖലയിൽ ജോലിക്ക് കയറുന്ന എല്ലാവർക്കും EPFO അംഗമാകുമ്പോൾ 1 മാസത്തെ ശമ്പളം സർക്കാർ നൽകും, തൊഴിലുടമകൾക്ക് 4 വർഷത്തെ PF സഹായ പദ്ധതി, PM ആവാസ് യോജനയിൽ ഉൾപ്പെടുത്തി 3 കോടി വീടുകൾ കൂടി നിർമ്മിക്കും, വനിതകൾക്കും പെൺകുട്ടികൾക്കുമായി 3 ലക്ഷം കോടി രൂപയുടെ പ്രത്യേക പദ്ധതി, മുദ്രാ ലോണിന്റെ പരിധി 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമായി വർദ്ധിപ്പിച്ചു, സ്വകാര്യ മേഖലയിലെ 500 പ്രധാന കമ്പനികളിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നവർക്ക് 5000 രൂപ പ്രതിമാസം ലഭിക്കും, 30 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള 14 നഗരങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രത്യേക പദ്ധതി, 11,11,111 കോടി രൂപ അടിസ്ഥാന സൗകര്യ മേഖലയിൽ വിനിയോഗിക്കും, ഹിമാചൽ പ്രദേശ്, അസം, ഉത്തരാഖണ്ഡ്, സിക്കിം എന്നിവയ്ക്കായി വെള്ളപ്പൊക്ക നിവാരണ പദ്ധതി, അർബുദ ചികിത്സയ്ക്കുള്ള 3 മരുന്നുകളെ കൂടി കസ്റ്റംസ് തീരുവയിൽ നിന്ന് ഒഴിവാക്കി. Medicine and medical equipments to provide relief to cancer patients. I propose to fully exempt 3 more medicines from customs duties. എല്ലാ സാമ്പത്തികേതര ആസ്തികളുടെയും ദീർഘകാല മൂലധന നേട്ടത്തിന് 12.5% നികുതി നിരക്ക് ഈടാക്കും.
അറ്റനികുതി വരുമാനം 23.83 ലക്ഷം കോടി രൂപയും ധനക്കമ്മി GDP-യുടെ 4.9%. ജനപ്രിയ നിർദ്ദേശങ്ങൾ ചേരുംപടി ചേർത്താണ് നിർമ്മലാ സീതാരാമൻ ഇക്കുറി ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് ഫലത്തിൽ പറയാം. പക്ഷേ ഈ ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ വിഭവ സമാഹരണം എങ്ങനെ വേണം എന്നതിൽ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ നീതി പുലർത്തുന്നു എന്നത് സംശയമുണർത്തുന്നു. ഡൽഹിയിൽ നിന്ന് R. രാധാകൃഷ്ണൻ, 24. ഇനി കേരളത്തിൽ എന്തു ലഭിച്ചു എന്ന് ചോദിച്ചാൽ ബജറ്റ് പ്രസംഗത്തിൽ ഒരിടത്തു പോലും പരാമർശിക്കപ്പെടാതെ ദൈവത്തിന്റെ സ്വന്തം നാട്. സംസ്ഥാനത്ത് താമര വിരിയിച്ചതിന് അർഹിക്കുന്ന അംഗീകാരം ഉണ്ടാകുമെന്ന BJP നേതാക്കളുടെ പ്രചാരണത്തിന് ഘടകവിരുദ്ധമായിരുന്നു ബജറ്റ് പ്രഖ്യാപനം. ആന്ധ്ര ബിഹാർ സ്പെഷ്യൽ എന്ന് വിളിക്കാവുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായത് പ്രതിപക്ഷം ഇന്ന് ആയുധമാക്കുകയും ചെയ്തു. ചോദിച്ച് ചോദ്യങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്കുകയായിരുന്നു കേരളം. എന്നാൽ ഇക്കുറി പ്രതീക്ഷയുടെ നേരിയ പ്രകാശമുണ്ടായിരുന്നു. ബജറ്റിനു മുൻപ് കേന്ദ്ര ധനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുണ്ടായ നേരിയ ആത്മവിശ്വാസത്തിലാണ് ധനമന്ത്രി KN ബാലഗോപാൽ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ കത്ത് രൂപത്തിലാക്കി കൈമാറിയത്. ചോദിച്ചതൊന്നും തന്നെ ബജറ്റ് പ്രഖ്യാപനത്തിൽ പരിഗണിക്കപ്പെട്ടില്ല. പ്രത്യേക പാക്കേജോ ട്രെയിനുകളോ സിൽവർ ലൈനോ ഒന്നും ബജറ്റ് പ്രസംഗത്തിൽ എവിടെയും ഇടം പിടിച്ചില്ല. പിൽഗ്രിം സർക്യൂട്ടുകൾ കേരളത്തിൽ വരുമെന്ന് സംസ്ഥാനത്തിന്റെ സ്വന്തം കേന്ദ്ര ടൂറിസം മന്ത്രി സൂചനകൾ നൽകിയത് ആ വഴിക്ക് പ്രതീക്ഷയേറ്റിയിരുന്നു. ടൂറിസം മേഖലയിലെ പ്രഖ്യാപനങ്ങൾ ധനമന്ത്രി വായിക്കുമ്പോൾ കേരളമെന്ന് കേൾക്കാൻ കാതോർത്തിരുന്നവർക്ക് നിരാശയായിരുന്നു ഫലം. റോഡ് വികസനത്തെക്കുറിച്ച് ധനമന്ത്രി വാചാലയായെങ്കിലും വയനാട് തുരങ്കപാതയും പരിഗണിക്കപ്പെട്ടില്ല. മൂന്നാറിലേക്ക് റെയിൽവേ തിരിച്ചുകൊണ്ടുവരുമെന്ന പ്രതീക്ഷയും റബ്ബറിന്റെ താങ്ങുവില 250 ഉയർത്തുമെന്ന പ്രതീക്ഷയും വെള്ളത്തിൽ വരച്ച വര പോലെയായി. ദേശീയപാതാ വിഹിതം ഉൾപ്പെടെ വൻ വിഹിതം മാറ്റിവെച്ചിട്ടുള്ള പൊതുപദ്ധതികളിലാണ് ഇനി സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ. സംസ്ഥാനങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 1.5 ലക്ഷം കോടി പലിശരഹിത വായ്പ നൽകാൻ നീക്കിവെച്ചതിൽ എന്തെങ്കിലും കിട്ടുമെന്നും കരുതാം. ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണയെന്നോണം ആന്ധ്രയ്ക്കും ബീഹാറിനും വാരിക്കോരി നൽകി ഇതൊരു പ്രത്യുപകാര ബജറ്റെന്ന് തോന്നിപ്പിക്കുകയും ചെയ്തു ധനമന്ത്രി. തൊഴിൽ സൃഷ്ടിക്കുള്ള അനുബന്ധ ആനുകൂല്യങ്ങളും മറ്റു വിശാല പ്രഖ്യാപനങ്ങളും കേരളത്തിലുള്ളവർക്കും ബാധകമാകുമെന്നും BJP ഭരിക്കുന്ന UPAയും പരിഗണിച്ചില്ലല്ലോ എന്നും ആശ്വസിക്കാം. ബജറ്റിന് പുറത്ത് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ, അതോ ഒരു MP-ക്ക് പകരം 2 കേന്ദ്രമന്ത്രിമാർ എന്നത് മാത്രമായി ഒതുങ്ങുമോ കേരളത്തിനുള്ള പരിഗണനയെന്ന് കണ്ടറിയണം. ഫൈനാൻഷ്യൽ ഡെസ്ക്, 24. ഇനി ബജറ്റിലെ ഏറ്റവും ആകർഷകമായ ഘടകം എന്തിന് വില കുറയും, എന്തിന് വില കൂടും എന്നുള്ളതാണ്. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഏറ്റവും ആവശ്യവും ആകാംക്ഷയും അത് അറിയാനായിരിക്കും. വ്യാപാരം ലളിതമാക്കാനും തർക്കങ്ങൾ ഒഴിവാക്കാനും ലക്ഷ്യമിട്ട് ധനമന്ത്രി പ്രഖ്യാപിച്ച കസ്റ്റംസ് ഡ്യൂട്ടി പരിഷ്കാരങ്ങൾ വിവിധ മേഖലകൾക്ക് ഗുണം ചെയ്യുമെന്നാണ് പൊതുവിലയിരുത്തൽ. അർബുദത്തിനുള്ള മരുന്നുകളുടെ ഉയർന്ന വില പല രോഗികളെയും വലച്ചിരുന്ന ഒരു ഘടകമാണ്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന 3 മരുന്നുകൾ പൂർണ്ണമായും കസ്റ്റംസ് തീരുവയിൽ നിന്ന് ഒഴിവാക്കിയതോടെ ഇവയ്ക്ക് വില കുറയും. എക്സ്റേ ട്യൂബുകൾക്കും മെഷീനുകൾക്കും വില കുറയും. മൊബൈൽ ഫോൺ ഉൽപ്പാദനത്തിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിച്ചെന്ന വിലയിരുത്തലിൽ അടിസ്ഥാന കസ്റ്റംസ് തീരുവ കുറയ്ക്കാൻ ധനമന്ത്രി തയ്യാറായി. മൊബൈൽ ഫോണുകൾ, മൊബൈൽ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് അസംബ്ലികൾ, ചാർജറുകൾ എന്നിവയുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ 15% കുറച്ചതോടെ വിലക്കുറവിൽ ഈ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകും. സ്വർണ്ണ വ്യാപാരികളുടെ വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കുറയ്ക്കണം എന്നത്. സ്വർണം, വെള്ളി ഇറക്കുമതി തീരുവ 6%, പ്ലാറ്റിനത്തിന്റേത് 6.4% കുറച്ചു. ബജറ്റ് പ്രഖ്യാപനത്തെ തുടർന്ന് സംസ്ഥാനത്ത് സ്വർണം പവന് 2000 രൂപ കുറഞ്ഞ് 51,960 രൂപയായി. തീരുമാനം സ്വർണ്ണക്കള്ളക്കടത്ത് കുറയ്ക്കുമെന്നും വിലയിരുത്തലുണ്ട്. ചെമ്മീനും മീൻതീറ്റയ്ക്കും തീരുവ 5% കുറച്ചത് വില കുറയാനും സമുദ്ര കയറ്റുമതി മേഖലയിൽ മത്സരക്ഷമത കൂട്ടാനും ഇടയാക്കും. സോളാർ സെല്ലുകളുടെയും പാനലുകളുടെയും നിർമ്മാണത്തിനുള്ള മൂലധന ഉൽപ്പന്നങ്ങളെ തീരുവയിൽ നിന്ന് ഒഴിവാക്കിയത് പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ കമ്പനികൾക്കും ഉപഭോക്താക്കൾക്കും ഗുണമാകും. 25 തന്ത്രപ്രധാന ധാതുക്കളെ കസ്റ്റംസ് തീരുവയിൽ നിന്ന് ഒഴിവാക്കിയത് ധാതു വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനമാകുമെന്നാണ് വിലയിരുത്തൽ. തുണിത്തരങ്ങൾക്കും തുകൽ ഉൽപ്പന്നങ്ങൾക്കും വില കുറയും. എന്നാൽ നികുതി കൂട്ടിയതിനാൽ ടെലികോം ഉപകരണങ്ങൾ, അമോണിയം നൈട്രേറ്റ്, അജൈവ പ്ലാസ്റ്റിക് എന്നിവയ്ക്ക് വില ഉയരും. PVC, ഫ്ലക്സ് ബാനറുകൾക്ക് തീരുവ 25% കൂട്ടിയതിനാൽ വില കൂടും. ഫൈനാൻഷ്യൽ ഡെസ്ക്, 24. തൃശൂരിൽ യുവാക്കളെ കുത്തിപ്പരിക്കേൽപ്പിച്ച് വൻ സ്വർണ്ണ കവർച്ച. ആലുവ സ്വദേശികളായ ഷമീർ, ബാസിൽ എന്നിവർക്കാണ് കുത്തേറ്റത്. എത്യോപ്യയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 229 മരണം. പർവ്വത പ്രദേശമായ ഗോഫയിലാണ് അപകടമുണ്ടായത്. തൃശൂർ അരിമ്പൂരിൽ ആംബുലൻസ് മതിലിടിച്ച് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കണ്ടശാങ്കടവിലുള്ള ഡി കോഡ് എന്ന ആംബുലൻസ് ആണ് മറിഞ്ഞത്. പത്തനംതിട്ട കൂടൽ ഇഞ്ചപ്പാറയിൽ പുലിയെ കണ്ടെന്ന നാട്ടുകാർ. രാക്ഷസൻ പാറയിൽ പുലിയുടേതിന് സമാനമായ വന്യജീവിയുടെ വിദൂര ദൃശ്യങ്ങൾ ലഭിച്ചു.
വൈറ്റിലയിൽ തോട്ടിലെ മാലിന്യം നീക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ ബാർ ജീവനക്കാരിയെ കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ മർദ്ദിച്ചുവെന്ന് പരാതി. വൈറ്റില വാർഡ് കൗൺസിലർ സുനിത ഡിക്സണിനെതിരെയാണ് പരാതി, എന്നാൽ പരാതി കൗൺസിലർ തള്ളി. മലപ്പുറം ചങ്ങരംകുളം നരണിപ്പുഴയിൽ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടി കാണാതായി യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് ഷിഹാബ്. അപ്പോൾ മറ്റൊരു റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. 80ാം പിറന്നാൾ ജീവനക്കാർക്കൊപ്പം ആഘോഷിച്ച് ഫ്ലവേഴ്സ് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ ഗോകുലം ഗോപാലൻ. ചെന്നൈയിലായിരുന്നു ആഘോഷ പരിപാടികൾ. തമിഴ്നാട് മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ മന്ത്രി KN നെഹ്റു, 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ, നടൻ ജോജു ജോർജ് തുടങ്ങി നിരവധി പ്രമുഖർ ആശംസയർപ്പിക്കാൻ നേരിട്ടെത്തി. ആഘോഷത്തിന്റെ ഭാഗമായി എഗ്മോർ മെറ്റേണിറ്റി ആശുപത്രിയിൽ ഇന്ന് ജനിച്ച 80 കുട്ടികൾക്ക് കിറ്റുകൾ വിതരണം ചെയ്തു. ജീവനക്കാർ അവതരിപ്പിച്ച ഗംഭീര നൃത്തമായിരുന്നു ആദ്യം. അമ്മയുടെയും അച്ഛന്റെയും ഛായാചിത്രത്തിന് മുൻപിൽ വിളക്ക് കൊളുത്തിയ ശേഷം കേക്ക് മുറിച്ചതോടെ ആഘോഷങ്ങൾ തുടങ്ങി. ചടങ്ങിനെ ധന്യമാക്കി പ്രമുഖരായ വ്യക്തിത്വങ്ങൾ. എല്ലാവർക്കും പറയാൻ ഒന്നു മാത്രം, ഗോകുലം ഗോപാലൻ എന്ന വ്യക്തിയുടെ നന്മകളെക്കുറിച്ച്. சிறிதாக ஆரம்பித்து 7000 ஊழியர்களை வரவு செய்ய வகையிலே மக்கள் நம்பிக்கை பெற்று, தொழிலாளர்களுடைய நம்பிக்கை பெற்று, பணிபுரிகளுடைய நம்பிக்கை பெற்று ஒரு மாபெரும் நிறுவனமாக வளர்ந்திருக்கிறது சொன்னால் அவருடைய நேர்மையை உழைத்தினால் அந்த அளவுக்கு வந்திருக்கிறது. அவருடைய மரணம் அனைவரும் எங்களுக்கு எப்போது அழைத்தாலும் அவர்களிடம் நாங்கள் வருவதற்கு காரணம், நாங்கள் சிரமப்படும் போது எங்களுக்கு உதவியோடு என்று சொன்னால் அதை பிரவாசம். ഗോകുലം ഗോപാലിനെ അനുകരിക്കാൻ പലരും ശ്രമിക്കാറുണ്ട്. എന്നാൽ അത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. പ്രായം തളർത്താത്ത കഠിനാധ്വാനിയാണെന്നും ജീവനക്കാരെ ചേർത്തു പിടിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വിജയരഹസ്യമെന്നും R ശ്രീകണ്ഠൻ നായർ. കൃത്യമായ ഒരു ലക്ഷ്യസാധ്യത്തിനു വേണ്ടി വടകരയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിക്കുകയും ഒരു ജോലി അന്വേഷിച്ച് ഈ മഹാനഗരത്തിലേക്ക് വന്നിറങ്ങുകയും ചെയ്ത ഒരാൾ ഇത്രയും വലിയൊരു ബിസിനസ് സ്ഥാപനം, ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പുരുഷായുസ് മുഴുവൻ കഠിനാധ്വാനം ചെയ്തതിന്റെ ഏറ്റവും വലിയ ലക്ഷണമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ജീവനക്കാരനായാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് പിറന്നാൾ ആഘോഷത്തിന് സ്റ്റാഫ് ഡേ എന്ന് പേരിട്ടതെന്ന് ഗോകുലം ഗോപാലൻ. എന്നെ പൊறுத்தவரைக்கும் அந்த ஸ்டாஃப் நிலைமை தான் நான் இருந்திருக்கிறது. அந்த மைண்ட் இன்னுமே போகல. எவ்வளோ பெரிய ஆனாலும் അന്ന് സ്റ്റാഫിക്ക് ഇരിക്കുന്ന സിൻസിയറിറ്റി, ഡെഡിക്കേഷൻ ഇന്നും എനിക്ക് ഇരിക്കുന്നു. പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി എഗ്മോർ മെറ്റേണിറ്റി ആശുപത്രിയിൽ ഇന്ന് പിറന്ന 80 കുട്ടികൾക്ക് കിറ്റുകൾ നൽകി. ഗോകുലം ഗ്രൂപ്പ് MD ബൈജു ഗോപാലനാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. ഗോകുലത്തിന്റെ പുതിയ സംരംഭമായ ഗോകുലം ബെനോയുടെ ഉൽപ്പന്നമായ ചൈൽഡ് കെയർ കിറ്റുകളാണ് വിതരണം ചെയ്തത്. ഗോകുലം ഗ്രൂപ്പ് വൈസ് ചെയർമാൻ BC പ്രവീൺ, വിവിധ മലയാളി അസോസിയേഷൻ പ്രതിനിധികൾ, രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിനെത്തി. പ്രമുഖ ഗായകർ അണിനിരുന്ന ഗാനമേളയും ജീവനക്കാർക്കായി ഒരുക്കിയിരുന്നു. 24 ചെന്നൈ. ഇനി മറ്റൊരു സന്തോഷ വാർത്ത കൂടി പങ്കുവച്ച് നമുക്ക് ഇന്ന് പിരിയാം. 69ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തോടനുബന്ധിച്ചുള്ള മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു എന്ന് 24 സീനിയർ റിപ്പോർട്ടർ മനീഷ് മഹിപാൽ, ക്യാമറമാൻ MT അധീഷ് എന്നിവർക്കാണ് ദൃശ്യമാധ്യമങ്ങളിലെ മികച്ച റിപ്പോർട്ടർ, ക്യാമറ പേഴ്സൺ പുരസ്കാരങ്ങൾ. 24-ൽ സംപ്രേഷണം ചെയ്ത വള്ളംകളി സ്പെഷ്യൽ വാർത്തകൾക്കാണ് അംഗീകാരം. ട്രോഫിയും 16,001 രൂപയും സാക്ഷ്യപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അടുത്ത മാസം 10-ന് വള്ളംകളി വേദിയിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. അപ്പോൾ നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാവുന്നു. ഇന്നും പതിവ് പോലെ നമ്മുടെ സെഗ്മെന്റുകളൊന്നും നൽകാൻ സാധിച്ചില്ല. പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകൾ, നമ്മുടെ ഷിരൂരിലെ തെരച്ചിൽ, ഇതൊക്കെയായിരുന്നു നമ്മൾ പ്രധാനമായും പ്രേക്ഷകരുമായി പങ്കുവച്ചത്. നാളെ ഒരു നല്ല ദിനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും. ഗുഡ് നൈറ്റ്. ബൈ.